السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. وَلَمَّا جَاءَهُمْ رَسُولٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. ഇന്നലെ 100-ാമത്തെ ആയത്താണ് അവസാനമായി വിശദീകരിച്ചത്. ഇനി 101-ാമത്തെ ആയത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി, ഇതിന് തൊട്ടു മുമ്പുള്ള 2 ആയത്തിൽ ഫലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാതിൻ വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. ഈ 2 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നാം സുവ്യക്തമായ പല ദൃഷ്ടാന്തങ്ങൾ ഇറക്കി തന്നിട്ടുണ്ട്. ദുർനടപ്പുകാരല്ലാതെ ആരും അവയിൽ അവിശ്വസിക്കുകയില്ല. അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെയും അവരിൽ നിന്നൊരു കൂട്ടർ അതിനെ വിളിച്ചറിയുകയാണോ എന്നല്ല, അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, റസൂലുൻ ഒരു ദൂതൻ, മിൻ ഇൻദില്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖുൻ സത്യമാക്കുന്നത്, ലിമാ മഅഹും അവരുടെ കൂടെയുള്ളതിനെ, നബദ എറിഞ്ഞു കളഞ്ഞു, ഫരീഖുൻ ഒരു വിഭാഗം, മിനല്ലദീന യാതൊരുവരിൽ നിന്ന്, ഊത്തുൽ കിതാബ അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടു, കിതാബ് അല്ലാഹി അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ, വറാഅ ളുഹൂരിഹിം തങ്ങളുടെ പിൻപുറത്തേക്ക്, കഅന്നഹും അവരാകുന്നു എന്ന പോലെ, ലാ യഅലമൂന
അവർ അറിയുന്നില്ല. വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു റസൂൽ അവർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വന്നപ്പോൾ നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ഗ്രന്ഥം തങ്ങളുടെ പിൻപുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കഅന്നഹും ലാ യഅലമൂൻ, അവർ അറിയാത്തതുപോലെ. ഇവിടെ വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ എന്നാണ്. അപ്പോ നേരത്തെ പറഞ്ഞതിലേക്ക് അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെ അവരിൽ നിന്നൊരു കൂട്ടർ അതിനെ വലിച്ചെറിയുകയാണോ? എന്നാൽ അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്തുകൊണ്ടാണ് വലമ്മാ ജാഅഹും. വാവ് ഇവിടെ അത്ഫിന്റെ വാവാണ്. വലമ്മ അപ്പോൾ എന്നത് ظرف الزمان شرطية مبني على السكون في محل نصب. ولما ഇവിടെ ലമ്മ എന്നത് ളർഫു സമാനാണ്. അതുകൊണ്ടാണത് ഫി മഹല്ലി നസ്ബ് എന്നാവാനുള്ള കാരണം. വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, ജാഅ ഹും, ജാഅയിലേക്ക് ഹും ചേർന്ന് വന്നിരിക്കുകയാണ്. ജാഅ ഫിഅല് മാദിയ. മബ്നിയുൻ അലൽ ഫത്ഹ്. ജാഅഹും, ജാഅ അത് വന്നു അല്ലെങ്കിൽ അവൻ വന്നു. ഹും അവർക്ക് എന്ന് പറഞ്ഞാൽ ഹും എന്നത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വരുന്നത്. വലമ്മാ ജാഅഹും റസൂലുൻ, ജാഅ എന്ന ഫിഅല് വന്നു, വന്നു അല്ലെങ്കിൽ അവൻ വന്നു എന്ന് പറയുന്ന ജാഅ ആര് വന്നപ്പോൾ എന്നാണ്, റസൂല് വന്നപ്പോൾ എന്ന്. ജാഅയുടെ ഫാഇലാണ് ഇവിടെ റസൂൽ. റസൂലുൻ എന്ന് പറയുന്നത് ഫാഇൽ മർഫൂ ആകുന്നു. ലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി, മിൻ ഇൻദില്ലാഹി, മിൻ എന്നത് ഹർഫ് ജറാൻ. മിൻ ഇൻദി, ഇൻദില്ലാഹി. ഇൻദി എന്ന് പറയുമ്പോൾ സാധാരണ ഇൻദ
എന്നത് ലർഫ് മക്കാനായിട്ടാണ്. അപ്പൊ ഇവിടെ ഇസ്മ ലർഫി. മജ്റൂറായി, ഇസ്മു മജ്റൂറാണ്. ഇൻദ്, ഇൻദി എന്നാവാനുള്ള കാരണം ഇതിന് തൊട്ട് മുമ്പ് മിൻ എന്ന ഹർഫ് ജർ വന്നതുകൊണ്ടാണ്. പക്ഷെ ഇന്ദ ലർഫ് സമാനായതുകൊണ്ട് അതിന് ഇസ്മു ലർഫി, കാരണം അത് അവിടെ മുഅറബായിട്ടാണ് വരുന്നത്. മിൻ ഇൻദി. മിൻ ഇൻദില്ലാഹി. മിൻ ഇൻദില്ലാഹി എന്ന് പറയുമ്പോൾ റസൂലുൻ മിൻ ഇൻദില്ലാഹി അല്ലേ? റസൂലുൻ ഒരു ദൂതൻ, മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള. ഫലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൂതൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള എന്നുള്ളത് ഒരു വിശേഷണമായിട്ട്, റസൂലിന്റെ ഒരു വിശേഷണമായിട്ട് ആ വാചകത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജാറു വൽ മജ്റൂറു, ജാറും മജ്റൂറും ഫീ മഹല്ല് റഫ്അ് ആയിട്ട് വരും. നഅത്തിന്റെ നഅത്തായി കിട്ടും. മിൻ ഇൻദില്ലാഹി, മിൻ ഇൻദില്ലാഹി എന്നത് നേരത്തെ പറഞ്ഞു. മിൻ ഇൻദില്ലാഹി അത് മുളാഫ് ഇലൈഹി ആയിട്ടത്. ലഫ്ദ് ജലാല മുളാഫ് ഇലൈഹി, അത് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നത്. മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നത്. സദ്ദഖ യുസദ്ദിഖു, മുസദ്ദിഖുൻ സദ്ദഖ യുസദ്ദിഖു മുസദ്ദിഖുൻ. സദ്ദഖയിൽ നിന്നുള്ള ഇസ്മു ഫാഇലാണ് മുസദ്ദിഖ്. സത്യപ്പെടുത്തുന്നത്. അപ്പോ ജാഅഹും റസൂലുൻ, ഒരു ദൂതൻ വന്നപ്പോൾ, അവർക്ക് ഒരു ദൂതൻ വന്നപ്പോൾ ആ ദൂതന്റെ മറ്റൊരു വിശേഷണമാണ് മുസദ്ദിഖുൻ. മിൻ ഇൻദില്ലാഹി അള്ളാഹുവിങ്കിൽ നിന്നുള്ള എന്നുള്ളത് അത് രണ്ടാമത്തെ നഅത്തായിട്ടാണ് മുസദ്ദിഖിനെ നമ്മൾ കാണുന്നത്. നഅത്ത് സാനി. മുസദ്ദിഖുൻ എന്നത് നഅത്ത് സാനി. റസൂലിനുള്ള രണ്ടാമത്തെ
നഅത്തായിട്ടാണ് മുസദ്ദിഖുൻ എന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസദ്ദിഖുൻ ലിമാ മഅഹും, ലിമാ മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നത്, ലിമാ ലിമാ മഅഹും എന്ന് പറയുമ്പോൾ അവരുടെ കൂടെയുള്ളതിനെ, യാതൊന്നിനെ എന്നാണ്. ലിമാ, ലിമാ ലീ കൂട്ടണം മാ. ഇപ്പൊ ലി എന്നത് ഹർഫു ജറും, മാ എന്നത്, ലി എന്നത് ഹർഫു ജറാണ്. മാ എന്നത് ഇസ്മ മൗസൂല. موصول مبني على السكون محل جر. അപ്പം ലിമാ, ലിമാ യാതൊന്ന്. അപ്പോൾ മഅഹും, മഅഹും മഅ എന്നത് വർഫ് സമാൻ, വർഫ് മക്കാൻ, മൻസൂബാണ്. ഹും അവരുടെ കൂടെ എന്ന് പറയുമ്പം അവരുടെ എന്നുള്ള ഹും എന്നത് അത് മുളാഫ് ഇലൈഹിയുടെ സ്ഥാനത്ത് അല്ലെ, മുളാഫ് ഇലൈഹിയുടെ സ്ഥാനത്ത്. ظرف مبني على السكون في محل جر مضاف إليه. أبو ولما جاءهم رسول من عند الله مصدق لما معهم, അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു റസൂൽ അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വന്നപ്പോൾ, അങ്ങനെ വന്നപ്പോൾ എന്തു ചെയ്യുന്നു? നബദ, നേരത്തെ പറഞ്ഞ വലമ്മ എന്നത് വർഫു സമാൻ ഷർത്തിയാണ്. അപ്പൊ ആ ഷർത്തിനുള്ള ജവാബായിക്കൊണ്ട് തന്നെ നബദ, നബദ എറിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ ഇട്ട് കളഞ്ഞു, ആക്കി എന്നൊക്കെ അർത്ഥം പറയാം. നബദ ഫിഅൽ മാദി മബ്നി അലൽ ഫത്ഹ്, ഇന്നലെ നമ്മൾ പഠിച്ച ഒരു ഫിഅലാണ് നബദ. നബദ യംബുദു അല്ലെങ്കിൽ നബദ യംബിദു, നബുദുൻ എന്ന മസ്ദറാണ് അതിന്റെ മസ്ദർ. ഇപ്പൊ നബദ ഫിഅൽ മാദി മബ്നി അലൽ ഫത്ഹ്. ഫരീഖുൻ, അതും ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫരീഖുൻ ഒരു വിഭാഗം, നബദ ഫരീഖുൻ. ഫരീഖുൻ എന്നത് കൂടെ നബദയ്ക്കുള്ള ഫാഇലായിട്ടാണ് വരുന്നത്. ഫാഇൽ മർഫു ആയിട്ടാണ് കടന്നത്.
നബദ ഫരീഖുൻ മിനല്ലദീന മിന حرف جر من الذين മിൻ ഹർഫ് ജറാണ്. അല്ലദീന ഇസ്മു മൗസൂലാണ്, യാതൊരു കൂട്ടരില്ല. നബദ ഫരീഖുൻ മിനല്ലദീന, യാതൊരുവരിൽ നിന്നുള്ള ഒരു വിഭാഗം. അപ്പം മിനല്ലദീന, യാതൊരുവരിൽ നിന്നുള്ള ഒരു വിഭാഗം. അല്ലദീന ഇസ്മു മൗസൂലാണ്, മബ്നിയുൻ അലൽ ഫത്ഹ് അല്ലേ. ഈ മഹല്ല് ജറിന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്, കാരണം അതിനു മുമ്പ് മിൻ എന്ന ഹർഫ് ജർ വന്നതുകൊണ്ട്. മിനല്ലദീന ഊതുൽ കിതാബ, ഊതുൽ കിതാബ ഊതു അൽ കിതാബ. ഊത്തുൽ കിതാബ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം നൽകപ്പെട്ടു, അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടു എന്ന്. ഊതു എന്നത് ആത എന്നതിന്റെ മജ്ഹൂൽ രൂപമാണ്. ഊതിയ, അതിന്റെ ജംഇന്റെ രൂപമാണ് ഊതു എന്നത്. അതിന്റെ മജ്ഹൂലാണ് ആണ്. ഊതു എന്ന് പറഞ്ഞാൽ അവർ നൽകപ്പെട്ടു. അത് ഫിഅൽ മാദി مبنيا للمجهول. അപ്പോ ഊതു അവർ നൽകപ്പെട്ടു. അൽ കിതാബ, അൽ കിതാബ മഫ്ഊൽ ബിഹി ആയിട്ടാണ് അൽ കിതാബ വരുന്നത്. ഗ്രന്ഥം മഫ്ഊൽ ബിഹി മൻസൂബായിട്ട്. കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം, കിതാബല്ലാഹി
വറാഅ ളുഹൂരിഹിം. നബദ ഫരീഖുൻ മിനല്ലദീന ഊതുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗം എറിഞ്ഞു കളഞ്ഞു. എന്തിനെ എറിഞ്ഞു കളഞ്ഞു? നബദ എന്ന ഫിഅലിനേക്കുള്ള മഫ്ഊലായിട്ടാണ് പിന്നീട് വരുന്ന കിതാബല്ലാഹി എന്ന് വരുന്നത്. കിതാബല്ലാഹി, കിതാബല്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ. കിതാബ എന്നത് മഫ്ഊല് ബിഹിയാണ്. നബദ എന്നതിനുള്ള നബദ മഫ്ഊൽ ബിഹി നബദ മൻസൂബ്. പിന്നെ കിതാബല്ലാഹി അത് മഫ്ഊൽ കിതാബല്ലാഹി മുദാഫ് ഇലൈഹി ആയിട്ടാണ് വരുന്നത്. അല്ലാഹുവിന്റെ ലഫ്ദുൽ ജലാല മുദാഫ് ഇലൈഹി മജ്റൂർ. വറാഅ ളുഹൂരിഹിം, വറാഅ ളുഹൂരിഹിം. വറാഅ എന്ന് പറഞ്ഞാൽ പിന്നിൽ, പിൻഭാഗം. വറാഅ അമാമ് എന്നതിന്റെ ضدാണ്, ഓപ്പോസിറ്റാണ് വറാഅ. അത് വറാഅ എന്നത് ളർഫ് മക്കാനാണ്. ളർഫ് മക്കാന് മൻസൂബാണ്. വറാഅ ളുഹൂരിഹിം. ളുഹൂരിഹിം എന്ന് പറഞ്ഞാൽ പുറം ഭാഗത്തിനാണ്. ളുഹർ, ളുഹർ, ളുഹറുൻ ജംഉ ളുഹൂർ. പുറം ഭാഗത്തിനാണ് ളുഹർ എന്ന് പറയുന്നത്. ളുഹൂറുൻ അതിന്റെ പുറം ഭാഗങ്ങൾ. കൂടെ വറാഅ ളുഹൂർ, വറാഅ ളുഹൂരിഹിം എന്നതൊരു പ്രയോഗമാണ്. അവരുടെ ളുഹൂരിഹിം എന്നത് ളുഹൂരിഹിം, വറാഅ ളുഹൂരി എന്ന് പറയാനുള്ള കാരണം ളുഹൂറിന്റെ പിൻഭാഗം. ളുഹൂറിന്റെ പിൻഭാഗം നമ്മൾ ളുഹൂർ എന്തായി? മുദാഫ് ഇലൈഹി മജ്റൂറാണ്. മുദാഫ് ഇലൈഹി മജ്റൂറാണ്. ളുഹൂരിഹിം അവരുടെ പിൻഭാഗം. ഹും എന്നത് ളുഹൂർ, അതിന് ശേഷം വരുന്ന ഹും എന്നത് ളമീറാണ് മബ്നിയുൻ അലൽ സുക്കൂൻ ഫീ മഹല്ലി ജർറ് മുദാഫ് ഇലൈഹി. അത് വീണ്ടും മുദാഫ് ഇലൈഹി. ളുഹൂരിഹിം അവരുടെ പുറം ഭാഗത്തിന്റെ പിൻഭാഗം, പിൻഭാഗം എന്നർത്ഥം. അവരുടെ പുറങ്ങളുടെ പിൻഭാഗം എന്നർത്ഥം. അവരുടെ പുറങ്ങളുടെ പിൻഭാഗം. അപ്പോ നബദ അവരെറിഞ്ഞു. കിതാബല്ലാഹി, നബദ എറിഞ്ഞു. കിതാബല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ. വറാഅ ളുഹൂരിഹിം അവരുടെ പുറങ്ങളുടെ പിന്നിലേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പിൻപുറത്തേക്ക് എന്നർത്ഥം. അതൊരു പ്രയോഗമാണ്. ബാക്കിലേക്ക് കണ്ട് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നതിന് പിന്നിലേക്കാണ് വലിച്ചെറിഞ്ഞു എന്നുള്ളതിനൊരു പ്രയോഗമാണ്. നബദ വറാഅ ളുഹൂരിഹിം നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം എറിഞ്ഞു. കിതാബല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ. വറാഅ ളുഹൂരിഹിം അവരുടെ പിൻപുറത്തേക്ക്. ഇവിടെ മിനല്ലദീന ഊതുൽ കിതാബ എന്നുള്ള പാരായണം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ വഖഫില്ല. ചിലപ്പോൾ അവിടെ വഖഫ് തോന്നും. നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, അവിടെ വഖഫ് ശരിക്കില്ല. കാരണം ആ വാചകം പൂർണ്ണമാകുന്നില്ല. നബദയുടെ ഫിഅല് അല്ല, നബദയുടെ മഫ്ഊല് ബിഹി ആയി വരുന്നത് കിതാബയാണ്. അപ്പോ നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. കഅന്നഹും അവർ കഅന്നഹും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആകുന്നു എന്നതുപോലെ. കഅന്ന
കഅന്ന. ശ്രദ്ധിക്കുക, കഅന്ന എന്നത് ഇന്നയുടെ അഹവാത്തിൽപ്പെട്ടതാണ്. കഅന്ന, ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല ഇതെല്ലാം ഇന്നയുടെ അഹവാത്തിൽപ്പെട്ടതാണ്. അത് തശ്ബീഹിന് വേണ്ടി, തശ്ബീഹ് എന്ന് പറഞ്ഞാൽ സദൃശ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. കഅന്ന എന്ന് പറഞ്ഞത് ഹർഫ് തശ്ബീഹാണ്. ഹർഫ് തശ്ബീഹ് അത് സ്വാഭാവികമായും ഇന്നയുടെ അഹവാത്തിൽപ്പെട്ടത് കൊണ്ട് ഇന്ന ഹർഫ് നസ്ബാണ്. അതുകൊണ്ട് തന്നെ ഹർഫ് തശ്ബീഹ് നസ്ബ് എന്നാണ് പറയുന്നത്. തശ്ബീഹ് വനസ്ബ് ഹർഫ്. حرف تشبيه ونصب. كأنهم അവർ ആയതുപോലെ ആകുന്നു എന്ന പോലെ അവർ. അപ്പോൾ ഈ കഅന്നയുടെ ഇസ്മാണ് ഹും എന്നത്. കഅന്നയുടെ ഇന്നയുടെ ഇസ്മുകൾ മൻസൂബാണ് അല്ല, ഇന്നയുടെ ഇസ്മുകൾ മൻസൂബാണ്. പിന്നെ ഹും എന്ന ഇവിടെയുള്ള ഈ വമീർ, കഅന്നഹും എന്ന ഇതിലുള്ള വമീർ അവർ ആകുന്നു എന്ന പോലെ എന്ന ഹും എന്നതിലെ അത് വമീർ ഇങ്ങനെയാണ് വരിക. ഹും എന്നത് വമീർ മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് നസ്ബ് ഇസ്മ കഅന്ന. കഅന്നയുടെ ഇസ്മായിട്ടാണ് അത് വരുന്നത്. كأنهم لا يعلمون. لا يعلمون അറിയാലോ. لا حرف نفي. لا يعلمون. علم يعلم يعلمون فعل مضارع مرفوع ആകുന്നു. അവർ അറിയാത്തതുപോലെ എന്നർത്ഥം. അവർ അറിയുന്നില്ല എന്നതുപോലെ. കഅന്നഹും അവർ ആകുന്നു എന്ന പോലെ. ലാ യഅലമൂന അവർ അറിയുന്നില്ല. അപ്പോൾ അവർ അറിയുന്നില്ല എന്നതുപോലെ എന്നർത്ഥം, അല്ലെങ്കിൽ അവർ അറിയാത്തതുപോലെ എന്നർത്ഥം. അപ്പോ എന്താണ്? അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു റസൂൽ അവർക്ക് അള്ളാഹുവിങ്കിൽ വന്നപ്പോൾ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ഗ്രന്ഥം തങ്ങളുടെ പിൻപുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവർ അറിയാത്തതുപോലെ. സംഗതി എല്ലാം അവർക്കറിയാമെങ്കിലും അവർ അറിയാത്തതുപോലെ ഇത് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ ആ പ്രവാചകനെ തള്ളിക്കളഞ്ഞു. ആ പ്രവാചകന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒരു റസൂൽ അവർക്ക് വന്ന സമയത്ത് നേരത്തെ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ഗ്രന്ഥം തങ്ങളുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. ഈ ആയത്തുകൾക്ക് അമാനി മൗലവി നൽകിയ വിശദീകരണങ്ങൾ കൂടി കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സുവ്യക്തങ്ങളായ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുൻ ബയ്യിനാത്തുൻ എന്ന വാക്ക് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ സൂചിപ്പിക്കുന്നില്ലെങ്കിലും സന്ദർഭം നോക്കുമ്പോൾ വേദക്കാരുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ ഉദ്ദേശിച്ചായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത. യഹൂദികൾക്ക് മാത്രം അറിയാമായിരുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാർക്ക് മാത്രം അറിയാമായിരുന്ന രഹസ്യങ്ങൾ, മുൻഗാമികളായ ഇസ്രായേലിൽ കഴിഞ്ഞുപോയ വാർത്തകൾ, വേദഗ്രന്ഥത്തിൽ അവർ നടത്തിയ കൈകടത്തലുകൾ ആദിയാവയെപ്പറ്റി ഖുർആൻ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്തിയ ദൃഷ്ടാന്തങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അക്ഷരജ്ഞാനവും വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പരിചയവും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ
അവിടുത്തെ സത്യതയെ നിഷേധിക്കുവാൻ നിഷ്പക്ഷ ബുദ്ധിയും നീതിബോധവുമുള്ള ആർക്കും സാധ്യമല്ലല്ലോ. ധിക്കാരികളും തോന്നിവാസികളും മാത്രമേ അതിന് മുതിരുകയുള്ളൂ. പ്രതിജ്ഞകളും കരാറുകളും ലംഘിക്കൽ ഇസ്രായേലിയരുടെ ചിരകാല പാരമ്പര്യമാണെന്നു ഇതുവരെയുള്ള വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാലും അതിൽ ഉൾപ്പെടാത്തവരായി ചുരുക്കം വ്യക്തികളെങ്കിലും നല്ലവരുണ്ടായിരിക്കുമെന്ന് പറയേണ്ടതില്ല. അതാണ് അവർ അത് വലിച്ചെറിഞ്ഞു എന്ന് പറയാതെ അവരിൽ ഒരു കൂട്ടർ അത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ സൂചന. പക്ഷേ കരാർ പാലിക്കാതെ വലിച്ചെറിഞ്ഞവരായിരുന്നു അവരിൽ അധിക ഭാഗവും എന്നും അല്ലാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കരാർ ലംഘിക്കുക പതിവാക്കിയ അവർ അവസാനം അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ പുറന്തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അതെ, അവരുടെ ഗ്രന്ഥത്തിൽ പ്രവചിച്ചതും അവർക്ക് വേണ്ടത്ര അറിയാവുന്നതും അവർ അക്ഷമരായി കാത്തിരിക്കുന്നതും തങ്ങളുടെ ഗ്രന്ഥത്തിന്റെ സത്യത ശരിവച്ച് സ്ഥാപിക്കുന്നതുമായ ആ അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് അദ്ദേഹത്തെപ്പറ്റി യാതൊന്നും അറിയാത്ത ഭാവത്തിൽ തനി അസൂയയും ധിക്കാരവും കൊണ്ട് മാത്രം അദ്ദേഹത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തങ്ങൾ വിശ്വസിക്കുന്നതും തങ്ങളുടെ ഏക ഗ്രന്ഥവുമെന്ന് അവർ അവകാശപ്പെടുന്നതുമായ തൗറാത്തിനെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ഫലത്തിൽ അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുമാത്രമോ, അവർ സിഹറിന്റെ മാർഗം പിൻപറ്റുക കൂടി ചെയ്തിരിക്കുകയാണ്. ശേഷം വരുന്ന ആയത്ത് സിഹറുമായി ബന്ധപ്പെട്ട ഒരായത്ത്. അപ്പൊ ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദ വിഭാഗത്തിന് വേദഗ്രന്ഥം നൽകിയെങ്കിലും ആ വേദഗ്രന്ഥത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് വളരെ സുവ്യക്തമായ ആയത്തുകൾ അവതരിപ്പിച്ചു നൽകിയിട്ടും അതെല്ലാം അവർ നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനെ അവർ തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത് എന്ന കാര്യമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ സ്വാലിഹായ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. ഇഹത്തിലും തരത്തിലും നന്മകൾ മാത്രം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം അതെല്ലാം നാളേക്കുള്ള പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കി അല്ലാഹു നമുക്കതിനെ മാറ്റിത്തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.